കേരളത്തിലെ രണ്ട് ശക്തമായ മുന്നണികൾ. ഒന്ന് ഇടതുപക്ഷവും ഒന്ന് യു ഡി എഫുമാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഇപ്രാവശ്യം നിയമസഭയിലേക്ക് ബി ജെ പിയിൽ നിന്നും 3 പേർ കൂടിയുണ്ട്. പക്ഷേ നിയമസഭയിൽ സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ബി ജെ പിയും മത്സരിക്കുന്നു എന്നൊരു വാർത്തയാണ് കേൾക്കാൻ കഴിയുന്നത്. ചാത്തന്നൂരിൽ നിന്നും വിജയിച്ചു വന്ന ഗോപകുമാറാണ് മത്സരിക്കുന്നത്. എന്തിനാണ് ബി ജെ പി ഇവിടെ മത്സരിക്കുന്നത്? രാഹുലെ, കേരള നിയമസഭയിലെ കരുത്തരായ രണ്ട് മുന്നണികൾ UDF, LDF എന്ന് പറയുമ്പോൾ ഞാൻ അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കേരള നിയമസഭയിൽ 3 മുന്നണികൾ ഇന്ന് പ്രാതിനിധ്യം തെളിയിച്ച് വന്നിരിക്കുന്നു. അത് ഇടതുപക്ഷവും വലതുപക്ഷവും NDAയുമാണ് എന്ന് നമ്മൾ ഉറപ്പിച്ച് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒന്നുമില്ലാത്തിടത്ത് നിന്ന് 3 പേരെ സൃഷ്ടിച്ച NDA അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന NDA സഖ്യത്തിന് അവരുടെ പോരാട്ട വീര്യത്തെ, അതിൻ്റെ രാഷ്ട്രീയവും അതിനോടുള്ള എതിർപ്പും കാര്യങ്ങളും ഒക്കെ തന്നെ നിർത്തിക്കൊണ്ട് അവർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുക തന്നെ വേണം. ഞാൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരോടാണ്, വീഡിയോയുടെ തമ്പനയിലോ ക്യാപ്ഷനോ ഡിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ വീഡിയോയുടെ തുടക്കമോ കണ്ടതുകൊണ്ട് മാത്രം നമ്മുടെ അവലോകനങ്ങളെ വിലയിരുത്താൻ നിൽക്കുന്നത്. ഇന്നലെ മിൽമപ്പാൽ വിലവർദ്ധനയുമായി ബന്ധപ്പെട്ട് ഞാനും മേഘയും തമ്മിൽ നടത്തിയ ചർച്ച, അതിൽ നമ്മളെന്തോ അന്തംഗമ്മികളാണ്, VD സതീശനാണ് മിൽമപ്പാലിൻ്റെ വില കൂട്ടിയത് എന്നാണ് നമ്മൾ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് തുടക്കത്തിലെ ആദ്യത്തെ 1 മിനിറ്റ് മാത്രം കണ്ടുകൊണ്ട് വിമർശനം അറിയിച്ച ആളുകളുണ്ട്. അവരോട് കൂടി ചേർത്തിട്ടാണ് പറയുന്നത്. മുഴുവൻ സമയവും വീഡിയോ കാണാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു 50% കാണാൻ സമയമില്ലാത്തവർ ദയവ് ചെയ്ത് ആദ്യമേ തന്നെ സ്കിപ്പ് അടിച്ച് പോകണം, അഭിപ്രായം പറയാൻ നിൽക്കരുത് എന്നുള്ളതാണ്. നോക്കൂ, ഇതൊരു വലിയ പോരാട്ടമാണ്. ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായാലും അവ ഈ മണ്ണിൽ നിലനിൽക്കുന്നതിന് ഇപ്പം നമ്മൾ ഇന്നിരുന്ന് സംസാരിക്കുന്ന സമയം കേരള രാജ്യം മുഴുവൻ CJP എന്ന് പറയുന്നൊരു പ്രസ്ഥാനത്തിന് ജെൻസി കുട്ടികൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. കോക്രോച്ച് ജനതാ പാർട്ടി. അതിലേക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഒഴുകിയെത്തുന്ന കോടിക്കണക്കിന് ആളുകളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിലെ അരാഷ്ട്രീയവാദം അല്ലെങ്കിൽ ഭാരതത്തിലെ അരാഷ്ട്രീയവാദം എന്ന തരത്തിൽ വന്ന് പിന്നീട് രാഷ്ട്രീയവാദവുമായി വന്ന ആം ആദ്മി പാർട്ടിയും 2020യും V4 കൊച്ചിയും പോലെയുള്ള പ്രസ്ഥാനങ്ങൾ നമ്മുടെ മുന്നിൽ ഇന്ന് നിലനിൽക്കുകയാണ്. കേരളത്തിൽ പക്ഷേ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾക്ക് ചില പഞ്ചായത്തുകളൊക്കെ മാറ്റി നിർത്തിയാൽ വലിയ സ്വീകാര്യതയൊന്നും ലഭിക്കാത്ത ഒരു സ്ഥലമാണ്. ഇവിടെ ഇടതിനും വലതിനും മാത്രം അതിൻ്റെ ഒരു വലിയ മേൽക്കോയ്മ കയ്യിലൊതുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പതിറ്റാണ്ട് കാലങ്ങൾ പിന്നിടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. നോർത്ത് ഇന്ത്യ മുഴുവൻ മുതൽ തെന്നിന്ത്യയുടെ ഒരറ്റം വരെ അധികാരത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടുള്ള, രാജ്യത്ത് 12 വർഷത്തിലധികമായി തുടരുന്ന ഭരണം കൈയാളുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ബി ജെ പിയുടെ ഐഡിയോളജി, ബേസിക്കൽ ഐഡിയോളജി എന്താണെന്ന് എല്ലാ കുഞ്ഞുങ്ങൾക്കും, ഒരു ബോധം വെച്ച് തുടങ്ങിയ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അവരുടെ ഐഡിയോളജിക്ക് എപ്പോഴും അവർ ചോക്ലേറ്റ് കൊണ്ട് ഒരു ആവരണം സൃഷ്ടിച്ച് അത് ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ചോക്ലേറ്റായും, അല്ലെങ്കിൽ അല്പം എരിവും പുളിയും ഇഷ്ടപ്പെടുന്നവർക്ക് അതിൻ്റേതായ ആവരണമൊക്കെ അണിയിച്ച് ഭക്ഷിക്കത്തക്ക തരത്തിൽ ഭക്ഷ്യയോഗ്യമാക്കി വിളമ്പാറുണ്ട്. അവരുടെ ഐഡിയോളജി ഒളിച്ചു കടത്താൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. കേരള മണ്ണ് പ്രബുദ്ധരായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വിളനിലമാണെന്നും അതുകൊണ്ട് കേരളത്തിൽ താമര വിളയില്ലെന്നും താമര വിരിയില്ലെന്നും വിശ്വസിച്ചിരുന്ന നമ്മൾ, നേമത്ത് നിന്ന് രാജഗോപാൽ എന്ന് പറയുന്ന പരിണിതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവ്, സ്വാത്വികനായ മനുഷ്യനെന്നൊക്കെ നമ്മൾ വിളിക്കുന്ന രാജഗോപാൽ വിജയിച്ച് കയറിയ കാഴ്ച നമ്മൾ ഒരിക്കൽ കണ്ടതാണ്. പിന്നീട് 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് വിരിയേണ്ടുന്ന താമരയെ ഷാഫി പറമ്പിലും, നേമത്ത് വിരിയേണ്ട താമരയെ V ശിവൻകുട്ടിയും വെട്ടിയൊതുക്കി മുന്നോട്ട് പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു വലിയ മുന്നേറ്റത്തിന് BJPക്ക് സാധ്യമായി എന്നുള്ളതാണ്. 11% 12% വോട്ട് ഷെയർ ഉണ്ടായിരുന്ന BJPയെ K സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള കേരള ഘടകം 20% വോട്ട് ഷെയറായി വർദ്ധിപ്പിച്ച കാഴ്ച ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. അതിൽ തന്നെ K മുരളീധരനും സുനിൽകുമാറും അടക്കമുള്ള ഇടതിൻ്റെയും വലതിൻ്റെയും പ്രബുദ്ധരായ സ്ഥാനാർത്ഥികൾ മത്സരിച്ച തൃശ്ശൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന സിനിമാ നടൻ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ 50,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറുന്ന കാഴ്ചയും നമ്മൾ കേരളത്തിൽ കണ്ടതാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പുകളുടെ വോട്ടിംഗ് ഷെയറുകൾ പരിശോധിക്കുമ്പോൾ അത് കേന്ദ്രത്തിൽ ഭരിക്കുന്ന BJPയോടുള്ള സ്നേഹം കൊണ്ട് മലയാളികൾ ചെയ്യുന്നതാണ് എന്നാണ് ഇത്രയും കാലം മലയാളികൾ പറഞ്ഞു വിശ്വസിച്ചതും അല്ലെങ്കിൽ പറഞ്ഞു പഠിപ്പിച്ചതും. ആ രാഷ്ട്രീയ വാദമുഖങ്ങളെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ വിലക്കെടുക്കാം. കാരണം നിഷ്പക്ഷമതികളായ ഒരു കൂട്ടം വോട്ട് ബാങ്ക് കേരളത്തിൽ എപ്പോഴുമുണ്ട്. അവർ കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ ആകർഷരായിക്കൊണ്ട്, അല്ലെങ്കിൽ അവർ നടത്തുന്ന PR വർക്കുകളിൽ ആകർഷരായിക്കൊണ്ട് BJP വോട്ട് ചെയ്യുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം വന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് ഷെയർ കേരളത്തിൽ കുറഞ്ഞു.
ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ വോട്ട് ഷെയറിനേക്കാൾ വോട്ട് ഷെയർ കുറഞ്ഞു. എന്നാലും പല പഞ്ചായത്തുകളിലും തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കമുള്ള കോർപ്പറേഷനുകളൊക്കെ പിടിച്ചടക്കിക്കൊണ്ട് ഒരു കൊള്ളാവുന്നൊരു മുന്നേറ്റത്തിന് BJP തുടക്കം കുറിച്ച് വെച്ചു. അപ്പോഴും പറഞ്ഞു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളെന്ന് പറയുന്നത് അവിടുത്തെ പ്രാദേശികമായ രാഷ്ട്രീയത്തെ അടിസ്ഥാനമാക്കിയാണ് വരിക. അപ്പോൾ അതിൽ വലിയ വില കൊടുക്കേണ്ട കാര്യമില്ല എന്ന് കൂടി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരട്ടെ, BJP പൂജ്യത്തിൽ ഒതുങ്ങും എന്നാണ് നമ്മൾ എല്ലാവരും പറഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. രാജീവ് ചന്ദ്രശേഖരൻ സംസ്ഥാന അധ്യക്ഷനായി. ജയിക്കാൻ സാധ്യതയുള്ള ഏറ്റവും മികച്ച സീറ്റ് രാജീവ് ചന്ദ്രശേഖരൻ തന്നെ സ്വന്തമാക്കുന്ന കാഴ്ച കണ്ടു. ശോഭാ സുരേന്ദ്രനും K സുരേന്ദ്രനും അനൂപ് ആന്റണിയും അടക്കം അവർ 5 മുതൽ 10 സീറ്റുകൾ വരെ നേടുമെന്ന കണക്കുകൂട്ടലിൽ അവർ അവരുടെ പ്രചരണങ്ങളുമായി മുന്നോട്ട് പോയി. അതിലെല്ലാവരും ആദ്യമേ പറഞ്ഞാണ് പാലക്കാട് രാഹുൽ മാങ്കുട്ടത്തിൽ ഉണ്ടാക്കി വെച്ച പേരുദോഷത്തെ തുടർന്ന് വലിയ ബെഡാ ഫൈറ്ററായ ശോഭാ സുരേന്ദ്രൻ അവിടെ ജയിച്ചു കയറും. മഞ്ചേശ്വരത്ത് ഈ പറയപ്പെടുന്ന K സുരേന്ദ്രൻ ഉണ്ടാക്കുന്ന ഒരു സൈലൻറ്റ് മൂവ്മെൻ്റ് ഉണ്ട്, മഞ്ചേശ്വരം ലഭിക്കും. കാസർഗോഡ് അവരുടെ വനിതാ നേതാവായ അശ്വിനി മത്സരിച്ച കാസർഗോഡ് ജയിക്കാൻ സാധിക്കും. തിരുവല്ലയിൽ നരേന്ദ്രമോദിയുടെ പെറ്റായ അനൂപ് ആന്റണി വിജയിക്കും. കഴക്കൂട്ടത്ത് ഈ പറയപ്പെടുന്ന V മുരളീധരൻ വിജയിക്കും. മാധ്യമങ്ങളുടെ അവലോകനമായിരുന്നു ഇതൊക്കെ. നേമത്ത് രാജീവ് ചന്ദ്രശേഖരൻ കാവിക്കുടി പാലിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആരും കാണാതെ പോയ സ്ഥലമാണ് ചാത്തന്നൂർ. ചാത്തന്നൂരിൽ ഗോപകുമാർ ജയിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ചുരുക്കം ചില മാധ്യമ പ്രവർത്തകർ ഒരാൾ ഞാനാണ് എന്നതിൽ ഞാൻ ഇപ്പോൾ അഭിമാനം കൊള്ളുന്നു എന്നുള്ളതാണ്. കാരണം കൊല്ലം ജില്ല അവലോകനം ചെയ്തപ്പോൾ ചാത്തന്നൂരിൽ BJP ജയിക്കാനുള്ള സാധ്യതകൾ വെറുതെ തള്ളിക്കളയാൻ പാടില്ല എന്ന് കൃത്യമായി നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ 101 വോട്ടുകൾ നേടി കേരളത്തിൻ്റെ 16ാമത് കേരള നിയമസഭയിൽ സ്പീക്കറായി ബഹുമാന്യനും ആദരണീയനുമായ 35 വർഷക്കാലം കേരള നിയമസഭയിൽ സാന്നിധ്യമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. BJP കാൻഡിഡേറ്റിന് ലഭിച്ചത് 3 വോട്ടുകളും LDF കാൻഡിഡേറ്റിന് ലഭിച്ചത് 35 വോട്ടുകളുമാണ്. ഇതിൽ രാഹുൽ ചോദിച്ച ചോദ്യം, എന്തിനാണ് ഒരു നിയമസഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് BJP സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. കേവലം 3 സീറ്റുകളും 3 വോട്ടുകളും മാത്രമേ ലഭിക്കുള്ളൂ എന്ന കൃത്യമായ ബോധ്യം BJPക്ക് ഇല്ലാഞ്ഞിട്ടല്ല. അവർ മുന്നോട്ട് വയ്ക്കുന്നത് 35 അംഗങ്ങളുമായിരിക്കുന്ന ഇടതുപക്ഷത്തേക്കാൾ 3 അംഗങ്ങളുമായിരിക്കുന്ന ഞങ്ങൾ മുഖ്യ പ്രതിപക്ഷമായി ആക്ട് ചെയ്യും എന്ന് തുടക്കം മുതൽ രാജീവ് ചന്ദ്രശേഖരനും V മുരളീധരനും അടക്കമുള്ള നേതാക്കന്മാർ പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതിനൊരു സിഗ്നൽ കൊടുക്കുക, അതാണ് അവർ ഈ തിരഞ്ഞെടുപ്പിലൂടെ ഗോപകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കേരള ജനതയ്ക്ക് മുന്നിൽ വെക്കുന്ന സന്ദേശം. പക്ഷേ ഗോപകുമാർ എന്ന മാധ്യമങ്ങൾ കൊടുത്ത മറുപടിയിൽ അദ്ദേഹം പറയുന്നത് മറ്റു പാർട്ടിയിലെ വോട്ടുകൾ ഞങ്ങൾക്ക് കിട്ടിയാലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് അവർ മത്സരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഒരിക്കലും അല്ല. അങ്ങനെ കിട്ടില്ല എന്നുള്ള ആരാണ് UDF പാനലിൽ മത്സരിച്ച് വന്നത്? 101 പേരിൽ 102 പേരിൽ ഒരാൾ പ്രോ ടൈം സ്പീക്കറായ G സുധാകരനാണ്. അദ്ദേഹം വോട്ട് ചെയ്തിട്ടില്ല. ബാക്കി 101 വോട്ട് UDFനും ബാക്കി 35 വോട്ട് LDFനും തന്നെ ലഭിച്ചു. ഇനി ഗോപകുമാറിൻ്റെ പ്രതീക്ഷ രാജഗോപാൽ നിയമസഭയിൽ ഉണ്ടായിരുന്ന സമയത്ത് സ്വതന്ത്രമായി മത്സരിച്ച് വന്ന PC ജോർജും രാജഗോപാലും ഒക്കെ ഒരേ ഇതിലിരിക്കുകയെന്ന് നമ്മൾ കണ്ടതാണ്. അന്ന് സ്പീക്കർ സ്ഥാനത്തേക്ക് ഇടതുപക്ഷത്തു നിന്ന് മത്സരിച്ചത് ശ്രീരാമകൃഷ്ണനായിരുന്നു. രാജഗോപാൽ വോട്ട് നൽകിയത് ഈ ശ്രീരാമകൃഷ്ണനാണ്. അതായത് BJPയുടെ തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ സാമാജികൻ അവരുടെ വർഗശത്രുവായി പ്രഖ്യാപിത വർഗശത്രുവായ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത് എന്നത് ഒരു വലിയ വിരോധാഭാസമായിട്ടാണ് നമ്മളെല്ലാം കണ്ടത്. അതിന് രാജഗോപാൽ പറഞ്ഞ മറുപടിയാണ് ഏറ്റവും രസകരം. ശ്രീരാമൻ്റെയും കൃഷ്ണൻ്റെയും നാമം ധരിച്ചിട്ടുള്ള നാമധാരിയായ ശ്രീരാമകൃഷ്ണന് നല്ല രീതിയിൽ സഭയെ നിയന്ത്രിക്കാൻ പറ്റുമെന്നുള്ളതാണ്. കേവലം പേരിലെ ശ്രീരാമൻ്റെയും കൃഷ്ണൻ്റെയും പേര് കണ്ടുകൊണ്ടാണ് വലിയ ഹിന്ദുത്വവാദിയും ഹൈന്ദവ മതവിശ്വാസിയും BJP നേതാവുമായ സാത്വികനുമായ രാജഗോപാൽ അന്ന് ശ്രീരാമകൃഷ്ണന് വോട്ട് ചെയ്തത്. പക്ഷേ രാജഗോപാലിൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയെന്ന് പിന്നീട് വന്ന ശ്രീരാമകൃഷ്ണനെതിരെ വന്ന വിവാദങ്ങളൊക്കെ തെളിയിച്ചിട്ടുള്ളതുമാണ്. BJP ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചില്ലെങ്കിൽ ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭയിലേക്ക് എത്തുന്ന മുൻ കേന്ദ്രമന്ത്രിമാരായ രാജീവ് ചന്ദ്രശേഖരനും V മുരളീധരനും സാധാരണക്കാരനും പഴയ കോൺഗ്രസ് നേതാവുമായ ഈ ഗോപകുമാറിനും ആർക്കാണ് വോട്ട് ചെയ്യാൻ പറ്റുക? അവർ ഈ ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരും. ഒരാളെ ഉള്ളൂ മത്സരിക്കാനെങ്കിലും ആ ഒരാളെ മത്സരരംഗത്തിറക്കിക്കൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ ഭരണകക്ഷിക്കെതിരെ വെല്ലുവിളിയാകുന്ന മുഖ്യപ്രതിപക്ഷമാകാനുള്ള ശ്രമത്തിലാണ് എന്ന് മുന്നോട്ട് വെക്കുന്ന BJPയുടെ സന്ദേശം അത്യന്തം സ്വാഗതാർഹം തന്നെയാണ്. ഒരാളെ ഉള്ളെങ്കിലും മത്സരിക്കുക, ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുക, ഒന്നുമില്ലാത്തിടത്ത് നിന്ന്
പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. നമുക്ക് ഒരു കാര്യത്തിൽ നമുക്ക് അംഗീകാരം ചെയ്യും. നമ്മളെപ്പോഴും 10 വർഷക്കാലം UDF നേതൃത്വം നേരിട്ട UDF പ്രവർത്തകർ നേരിട്ട അവഗണനയെക്കുറിച്ചൊക്കെ പറയുമ്പോഴും ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഉണ്ടാകാതിരുന്ന ഒരു പാർട്ടിയുടെ കാലഘട്ടം ഉണ്ടായിരുന്നു BJP. ഒരു പഞ്ചായത്തിൽ പോലും ഒരു വാർഡിൽ പോലും ജയിക്കാൻ സാധിക്കില്ലെങ്കിലും ഓരോ ദിവസവും ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ആൾബലം കൂടിക്കൂടി വന്നതാണ്. രാഷ്ട്രീയ സ്വയം സേവകരായ RSS നേതൃത്വം കൊടുക്കുന്ന RSSൻ്റെ സ്വയം സേവകരും BJP നേതൃത്വം കൊടുക്കുന്ന BJPയുടെ അണികളും അവരുടെ കുടുംബവും BMSൻ്റെ അണികളും ABVP വിദ്യാർത്ഥി പ്രസ്ഥാനമായ ABVP പ്രവർത്തിക്കുന്ന യുവജനങ്ങളും യുവമോർച്ചയിലെ യുവാക്കളുമൊക്കെ ഒരാളെ ഉള്ളൂ ഒരു വാർഡിലുള്ളൂ എങ്കിലും അവരൊക്കെ അവിടെയെല്ലാം ഒരു പാർട്ടിയായും ഒരു പ്രസ്ഥാനമായും വളരുന്ന കാഴ്ച നമ്മൾ BJP കണ്ടിട്ടുണ്ട്. ഈ BJP പ്രവർത്തകർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ഒത്തൊരുമയും കൂട്ടായ്മയും നമ്മൾ കാണാതെ പോകുന്നു. അവരുടെ ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ അവരുടെ പാർട്ടി അനുഭാവിയുടെ വീട്ടിൽ ഒരു കല്യാണം വരുമ്പോഴോ ഒരു മരണം വരുമ്പോഴോ അവിടെ ഒരു വിശേഷം വരുമ്പോഴോ അവരവിടെ പോയി കൈമൈ മറന്ന് സഹായിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാ പ്രസ്ഥാനങ്ങളിലും പുഴുക്കുത്തുകൾ ഉള്ളതുപോലെ ഈ പ്രസ്ഥാനങ്ങളിൽ ചില പുഴുക്കുത്തുകൾ വർഗീയത പറഞ്ഞ് ഇവരുടെ ആ ഒരു സഹായത്തിൻ്റെയും സഹാനുഭൂതിയുടെയും ഒക്കെ നല്ല മുഖങ്ങൾ ഇപ്പം നോക്കൂ, ഒരു പാത്രം നിറയെ ഒരു വലിയ അണ്ടാവ് നിറയെ പാല് തിളപ്പിച്ചിട്ടിരിക്കുകയാണ്. നമുക്കറിയാം പോഷക സമൃദ്ധമാണ് പാല്, നല്ല രുചിയാണ് പാല് കുടിക്കാൻ. ആ പാലിലേക്ക് കുറച്ച് ഉപ്പ് വാരിയിടുകയോ അല്ലെങ്കിൽ ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയോ അല്ലെങ്കിൽ കുറച്ച് തൈര് കൊണ്ടിടുകയോ ചെയ്താൽ എന്താണ് സംഭവിക്കുക? അത് പിരിഞ്ഞു പോകും, ഉപയോഗശൂന്യമായി മാറും എന്ന് പറയുന്ന പോലെയാണ്. ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്യുന്ന ഒരുപാട് പ്രവർത്തകരുണ്ടെങ്കിലും അവർക്കിടയിൽ ചില വർഗീയ മുഖങ്ങൾ, വർഗീയവാദികളായ അവരുടെ മുഖങ്ങൾ, ദുഷ്ട ലാക്കോട് കൂടി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകൾ, അവരാണ് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ, ആ സംഘടനാ സംവിധാനത്തെയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പതുക്കെ പതുക്കെ ഒരു ക്യാൻസർ പോലെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഈ വർഗീയവാദം പടരുന്ന കാഴ്ചയും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് ഒഴിവാക്കി നിർത്തിയാൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഒരു വിധത്തിലും മാറ്റി നിർത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളൊക്കെ നാട്ടിൻപുറങ്ങളിൽ ഈ BJP RSS പ്രവർത്തകരുടെയൊക്കെ ഒത്തൊരുമയൊക്കെ കണ്ടിട്ട് മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമ്മൾ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ പാർട്ടി കമ്മിറ്റികളിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അവരെ കണ്ടുപഠിക്കണം. ഒരു സംവിധാനം വരുമ്പോൾ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു DYFIയുടെ പ്രവർത്തകൻ, ഇപ്പോൾ DYFIയുടെ പ്രവർത്തകർ ഒരുമാതിരി എല്ലാ വീടുകളിലും ഒക്കെ കയറി ഇറങ്ങും. കാരണം ഈ പൊതിച്ചോറ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഫണ്ട് കളക്ഷനൊക്കെ രസമാണ്, ആക്രി വിറക്കിയും എന്നുള്ള ബോധ്യത്തിൽ എല്ലാ വീടുകളിലൊക്കെ കയറാനുള്ള പദ്ധതികൾ ഇവരുണ്ടാക്കും. ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ എപ്പോഴാണ് അവൻ്റെ വാർഡിലെ ഒരു ഗൃഹസമ്പർക്കം നടത്തുക? എപ്പോഴാണ് ഒരു ഗൃഹസമ്പർക്കം നടത്തുക? ഇലക്ഷൻ ആകും, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമാണ്. അതേസമയം ഒരു BJPയുടെ പ്രവർത്തകൻ, ഒരു RSSൻ്റെ പ്രവർത്തകൻ ഒരു വർഷത്തിൽ 10 തവണയിൽ കൂടുതൽ ഗൃഹസമ്പർക്ക പരിപാടികൾ നടത്തും. ശ്രീകൃഷ്ണ ജയന്തി വരുമ്പോൾ അവരെല്ലാ വീടുകളിലും പോകും. അവിടെ ഈ ശ്രീകൃഷ്ണ ജയന്തിയുടെ നോട്ടീസുകൾ വിതരണം ചെയ്യും. അവിടെയൊക്കെ കുട്ടികളെ ക്ഷണിച്ചു കൊണ്ടുവരും. ഗുരുദക്ഷിണ വരുമ്പോൾ എല്ലാ വീടുകളിലും പോയി ക്ഷണിക്കും. രാമായണ മാസത്തിൽ രാമായണ പാരായണ യജ്ഞങ്ങൾ അവർ നടത്തും. ഞാൻ പറയുന്നത് ശരിയല്ലേ? അങ്ങനെ പല ആഘോഷങ്ങളിലും അവർ ഓരോ വീടുകളുമായി സമ്പർക്കം മുഴക്കും. അവിടെ ഒരു വീട്ടിൽ ഒരാവശ്യം വന്നാൽ ഇവരൊരു കൂട്ടത്തോടു കൂടി എത്തും. നാട്ടുമ്പുറങ്ങളിൽ ഒരു മരണം നടന്നാൽ ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ വന്ന് പന്തലിടുന്ന കാലം ഇപ്പോഴാണ്. ഇതിനു മുമ്പ് അവിടെ ടാർപ്പ കെട്ടാനും അവിടെ കസേര ഇടാനും അവിടെ ചോറ് വിളമ്പാനും ഒക്കെ അവർ സജീവമായിട്ടുണ്ടാവും. ചിലപ്പോൾ അവരൊരു കാവിലുങ്കിയും ഭാരതാംബയുടെ ചിത്രമേന്തിയ ഒരു വെള്ള ടീഷർട്ട് ധരിച്ചിട്ടായിരിക്കും വരിക. അത് അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അതിനെ കാണുന്ന രീതി കൊണ്ടായിരിക്കും. പക്ഷേ ഇതുണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് വളരെ വലുതാണ്. നിഷ്പക്ഷമതികളായ ആളുകളുടെ മനസ്സിലേക്ക് ആ രാഷ്ട്രീയ പ്രസ്ഥാനം കൊള്ളാം, ആ കുട്ടികൾ കൊള്ളാം, ആ കുട്ടികളെ ഓർത്ത് അവരുടെ പ്രസ്ഥാനത്തിന് വോട്ട് കൊടുക്കണം എന്ന് ചിന്ത വന്നാൽ തെറ്റു പറയാൻ സാധിക്കില്ല. BJP അടിസ്ഥാനപരമായി അങ്ങനെ വളർന്നു വന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. ഇപ്പോൾ BJPക്ക് ഒരു കോർപ്പറേറ്റ് പോകുന്നുണ്ട്. പണം കൊടുത്ത് PR കമ്പനികളെ കൊണ്ട് PR വർക്ക് ചെയ്ത് കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തികം ചിലവാക്കുകയും സാമ്പത്തികമുള്ളതുമായ രാഷ്ട്രീയ പ്രസ്ഥാനം BJP ആണ് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. അവർ തിരുവനന്തപുരത്ത് പണിഞ്ഞിട്ടിരിക്കുന്ന അവരുടെ പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രിക്ക് ഓഫീസ് പണിതിട്ടിരിക്കുന്നു എന്നുള്ളത് പോലും അവരുടെ വാശിയാണ്. ഒരു നാൾ അതുണ്ടാകും എന്ന ചിന്തയാണ്. അതിലേക്കെത്താൻ ഇത്തവണ വലിയ രീതിയിൽ അവർ പ്രയത്നിച്ചു. ആ പ്രയത്നത്തിൽ ജനാധിപത്യ മര്യാദകൾ പാലിക്കാത്ത പലതും ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. നിയമത്തിൽ നിന്ന് മത്സരിച്ച രാജീവ് ചന്ദ്രശേഖരൻ, അദ്ദേഹത്തിൻ്റെ മണി പവറിൽ കൂടിയാണ് അത് ജയിച്ചു കയറിയതെന്ന് പറയുന്നത് യാതൊരു വിധമായ തെറ്റുമില്ല. അവിടെ വോട്ട് കച്ചവടങ്ങൾ നടന്നിട്ടുണ്ട്, വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികൾ നടന്നിട്ടുണ്ട്, വലിയ രീതിയിൽ ഫണ്ട് എടുക്കിയിട്ടുണ്ട്. കഴക്കൂട്ടത്ത് മത്സരിച്ച വി മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ത്രികോണ പോരാട്ടത്തിൽ നിസ്സാര വോട്ടുകളിലാണ് അദ്ദേഹം കയ്യാലപ്പുറത്ത് തേങ്ങയായിരുന്ന MLA പദവി അദ്ദേഹത്തിൻ്റെ കോട്ടിലേക്ക് വീണത്. ചാത്തന്നൂരിൽ അങ്ങനെയല്ല. ചാത്തന്നൂരിൽ
ഇടതുപക്ഷവും വലതുപക്ഷവും കഴിഞ്ഞ തവണ നടത്തിയ BJP-യുടെ മുന്നേറ്റത്തെ ചെറുതായി കണ്ടു. അതിൻ്റെ ഫലമായി അവർക്ക് കൃത്യമായ പ്രവർത്തനത്തിലൂടെ വിജയിച്ചു. അല്ല, ഈ ചാത്തന്നൂരിലെ കാര്യം പറയുമ്പോഴാണ് നമ്മൾ കൊല്ലം ജില്ലയിലെ മിക്ക സ്ഥാനാർത്ഥികൾ UDFിൻ്റെ മിക്ക ജയിച്ച സ്ഥാനാർത്ഥികളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 5 കൊല്ലത്തിന് മുമ്പിട്ട് മത്സരിച്ച് തോറ്റതിന് ശേഷവും ആ മണ്ഡലത്തിൽ നിന്ന് പ്രവർത്തിച്ച ആളുകളാണ്. ഈ B. ഗോപകുമാറും അതേപോലെ തന്നെ, അതായത് ഈ 5 കൊല്ലം മാത്രമല്ല, ഇതിനു മുമ്പിട്ടുള്ള 5 കൊല്ലം കൃത്യമായിട്ട് നിന്ന് പ്രവർത്തിച്ചാണ് 2ാം സ്ഥാനത്തേക്ക് വന്നത്. ഈ 5 കൊല്ലവും ആ മണ്ഡലത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം, സൂരജ് രവിയെ പോലെ UDFിൽ നിന്നും പുതിയ മുഖമാണ്, LDFിൽ നിന്നും പുതിയ മുഖമാണ്. ഇവർ 2 പേരും വന്ന് നിന്ന് എടുക്കാനുള്ള സമയമുണ്ടല്ലോ, അതിനു മുമ്പിട്ടേ B. ഗോപകുമാർ അവിടെ നിന്ന് പണിയെടുത്ത് 5 കൊല്ലം B. ഗോപകുമാർ പണിയെടുത്ത് ജയിച്ചാണ്. അതെ, V. മുരളീധരനെ പോലെ രാജീവ് ചന്ദ്രശേഖരനൊക്കെ പണിയെടുത്തത് അവസാന ഘട്ടങ്ങളിലാണ്. പോലും 5 വർഷക്കാലമോ അല്ലെങ്കിൽ 10 വർഷക്കാലം പണിയെടുത്തിട്ടാണ് B. ഗോപകുമാർ ആ മണ്ഡലം പിടിച്ചെടുത്തത്. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ശോഭാ സുരേന്ദ്രനെ പറഞ്ഞ് വിശേഷിപ്പിച്ച് ഇവരെന്തോ ആനയാണ് എന്നൊരു ബോധ്യം അവരുടെ തലയിലേക്ക് വന്നു കയറിയതാണ്. എവിടെ ചെന്നാലും ക്രൗഡ് പുള്ളറാണ്, മറ്റേതാണ് മറിച്ചാണ്, തേങ്ങയാണ്, മാങ്ങയാണ് എന്ന് വിചാരിച്ചു. അവരും ഏതെങ്കിലും ഒരു മണ്ഡലം നോക്കി, അവർ കായംകുളം മണ്ഡലത്തിൽ മത്സരിച്ചാൽ ഒരു പക്ഷേ ജയിച്ചു പോയതിനായിരുന്നു. M. ലിജു അല്ലായിരുന്നു, അല്ലെങ്കിൽ M. ലിജുവും കായംകുളത്ത് അവിടെ ഒരു ത്രികോണ മത്സരം വന്നതിനായിരുന്നു, വലിയ ടൈറ്റ് ആയത്. ഇവർ കേരളത്തിൽ എവിടെ പോയി മത്സരിച്ചാലും ഇവർ ക്രൗഡ് പുള്ളർ ആകാമെന്ന് വിചാരിച്ചു. രമേശ് പിഷേരിയുടെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. രാഹുൽ വിരുദ്ധ വികാരം ഒന്നും ജനങ്ങൾക്കിടയിലില്ല. അല്ല, അവിടെയും ശോഭാ സുരേന്ദ്രൻ ഏറ്റവും കൂടുതൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഫി പറമ്പിനെ അടിക്കുമായിരുന്നു. അത് നമുക്കറിയാം. ഈ എങ്ങനെയാണ് VT ബൽറാം തൃത്താലയിൽ കഴിഞ്ഞ തവണ തോറ്റുപോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയൊരു നേതാവിനെ പറ്റി അദ്ദേഹം ഒരു പ്രസ്താവന പറഞ്ഞു. ആ പ്രസ്താവന ജനങ്ങൾ ഏറ്റെടുത്തില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. അതിനെതിരെ CPM ആണെങ്കിൽ പോലും രംഗത്ത് വരുന്നു. അതേപോലെയാണ് ഷാഫി പറമ്പിൽ പാലക്കാട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു ബേസ് ഉണ്ട് പാലക്കാട്ടെ ജനങ്ങളുടെ ഉള്ളിൽ. അപ്പോൾ എല്ലാ കാര്യത്തിലും എവിടെ ചെന്ന് കഴിഞ്ഞാലും രാഹുൽ മാങ്കൂട്ടത്തിനെ പറയുന്നതിന് പകരം ഷാഫിയുടെ പ്രവർത്തകർ ചെയ്യുന്ന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ പാൽപ്പായസം ഒരു അണ്ടാവ് പാലിലേക്ക് കുറച്ച് ഉപ്പ് വാരിയിടുന്നത് പോലെ, നാരങ്ങ വിഴിഞ്ഞെടുക്കുന്നത് പോലെയാണ് ഈ മുസ്ലിം വിരുദ്ധ വികാരത്തിൽ പറഞ്ഞാൽ ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കപ്പെടുമെന്ന വൃത്തികെട്ട ചിന്തയാണ്. അതെ, ഇവിടെ ഈ രാഷ്ട്രീയ പാർട്ടിക്കാർക്കോ അല്ലെങ്കിൽ മതമേലധ്യക്ഷന്മാർക്കോ മാത്രമാണ് ഈ പരസ്പരം പുച്ഛവും ഇതുമൊക്കെ ഉള്ളത്. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഹൈന്ദവരും ഇസ്ലാം മതവിശ്വാസിയും ക്രൈസ്തവ മതവിശ്വാസിയും ഒരുമിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഷാഫി പറമ്പിന് അവിടെ ഏറ്റവും കൂടുതൽ ബേസ് ഉള്ളതും ഇത്തരത്തിലുള്ള ആളുകളുടെ ഇടയിലാണ് എന്ന് ശോഭാ സുരേന്ദ്രൻ മറന്നുപോയി. അപ്പോൾ ഷാഫിയെ ഏറ്റവും കൂടുതൽ എത്രത്തോളം അടിക്കുന്നോ അത്രത്തോളം വോട്ടുകൾ ശോഭാ സുരേന്ദ്രനിൽ നിന്നും മാറിപ്പോയി എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. രാജീവ് ചന്ദ്രശേഖരനേക്കാളും ഗോപകുമാറും V. മുരളീധരനും ഒക്കെ ഞാൻ മനസ്സിലാക്കുക ഒരു കഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളാണ്. ഞാൻ രാജീവ് ചന്ദ്രശേഖരനെ ഞാൻ പറയുന്നത് കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടുകൾ കുറവാണ് എന്നുള്ളതാണ്. ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി കുറ്റം പറയാൻ ആഗ്രഹിക്കുകയല്ല. അതിനേക്കാളും നിയമസഭയിൽ എത്താൻ യോഗ്യരായിട്ടുള്ള ആളുകൾ ഈ പറയപ്പെടുന്ന K. സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും ഒക്കെ തന്നെയായിരുന്നു. തെക്കൻ കേരളത്തിൽ എവിടെയെങ്കിലും ആയിരുന്നു മത്സരിച്ചെങ്കിൽ അവർക്ക് അവിടെ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ്. ഈവൻ K. സുരേന്ദ്രൻ കോന്നിയിലായിരുന്നെങ്കിൽ പോലും ജനീഷ് കുമാറിൻ്റെ പരാജയം അവിടെ ഉറപ്പായനെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായും ഇവർക്ക് പറ്റിപ്പോകുന്ന ചില പാളിച്ചകളാണ്. VT ബൽറാമിൻ്റെ കേസ് പറഞ്ഞതിൽ എനിക്ക് രാഹുൽ പറഞ്ഞതിനോട് എനിക്ക് എതിർപ്പുണ്ട്. കാരണം രാഹുൽ പറഞ്ഞ അതേ ആശയമാണെങ്കിൽ പോലും കട്ട ഇടതുപക്ഷ മണ്ഡലമാണ് തൃത്താല. ആ തൃത്താലയിൽ VT ബൽറാം ജയിച്ചു, 10 വർഷക്കാലം MLA ആയിരിക്കുന്നു. അതിനുശേഷം സ്വാഭാവികമായും ഈ തൃത്താല എൻ്റേതാണ് എന്നൊരു തോന്നൽ VT ബൽറാമിൻ്റെ മനസ്സിലേക്ക് വന്നു. ഞാൻ കുറ്റം പറയുന്നതല്ല, കാരണം അതൊരു പഴയ ഇടതുപക്ഷ മണ്ഡലമാണെന്നുള്ള കാര്യം VT ബൽറാം മറന്നു. പതിറ്റാണ്ടുകളോളം ഇടതുപക്ഷം ഭരിച്ച് അവിടുത്തെ ജനങ്ങൾ ഇടതുപക്ഷത്തിനോട് വെറുപ്പായതുകൊണ്ടാണ് ഒരു പുതുമുഖം എന്ന നിലയിൽ VT ബൽറാമിനെ ജയിപ്പിച്ചതും. VT ബൽറാം നല്ല രീതിയിൽ അവിടെ പ്രവർത്തിക്കുകയും ചെയ്തു. നല്ല രീതിയിൽ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ഇവിടെ ഞാൻ വികസനമൊക്കെ ചെയ്തു, നല്ല നേതാവാണ്, എനിക്ക് എന്നും പറയാം എന്നൊരു തോന്നൽ VT ബൽറാമിനുണ്ടായി. അങ്ങനെ AK ഗോപാലൻ എന്ന് പറയുന്ന AKജിയെ അദ്ദേഹം വളരെ മോശം പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിമർശിച്ചു. എനിക്കതിനോട് യോജിപ്പില്ല. അപ്പോൾ എന്തുണ്ടായി, പഴയ കമ്മ്യൂണിസ്റ്റുകൾ മനസ്സിൽ ഇത് നോവായി തട്ടി. അവിടെയൊക്കെ MP രാജേഷിനെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നു. MP രാജേഷ് പരാജയപ്പെടുന്ന കാഴ്ച. പക്ഷെ 5 വർഷക്കാലത്തെ MP രാജേഷിൻ്റെ പ്രവർത്തനങ്ങൾ പഴയ കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ ഓർമ്മിപ്പിക്കുകയും വീണ്ടും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാലും നമ്മുടെ ചെറുക്കനാണ് നല്ലത് എന്ന തോന്നൽ VT ബൽറാമിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. എന്ത് തന്നെയായാലും BJP 3 അംഗങ്ങളെ മത്സരിപ്പിക്കാൻ കാണിച്ച ആ രാഷ്ട്രീയ രാഷ്ട്രീയ നീക്കത്തെ ഇരു കൈകളും നീട്ടി നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. കരുത്തുറ്റ പ്രതിപക്ഷമാകാൻ 35 അംഗ ഇടതുപക്ഷത്തിനും 3 അംഗ BJPക്കും കഴിയട്ടെ. അവരെ കൊണ്ടൊരു അക്ഷരം പോലും മിണ്ടിക്കാതിരിക്കാൻ UDFിൻ്റെ സർക്കാരിന് സാധിക്കട്ടെ.